ആലത്തൂർ ദേശീയപാതയിൽ നിന്ന് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അതിവേഗമെത്തുന്ന ബൈപ്പാസ് നിർമ്മാണം തുടങ്ങി. ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ ആർ കൃഷ്ണൻ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു. നല്ല വിചാരമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് തയ്യാറായത്. അത് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പോലീസ് സ്റ്റേഷൻ കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അത് നമ്മുടെ നാടിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, നമ്മുടെ കേരളത്തിന് കിട്ടുന്ന അംഗീകാരം. ക്രമസമാധാനം പാലിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട് ഏറ്റവും മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില പോലീസുകാർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായിക്കൊണ്ട് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ആക്ഷേപങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ആളുകൾ ആലത്തൂർ സ്റ്റേഷനിൽ വന്ന് പഠിക്കട്ടെ എന്നാണ് നമുക്ക് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത്. എങ്ങനെയാണ് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, എങ്ങനെയാണ് ഒരു നാട്ടിൽ ക്രമസമാധാന പാലനം കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ പോലീസുകാർ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന സങ്കല്പം, എനിക്കൊക്കെ ഉണ്ടായിരുന്ന സങ്കല്പം. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ കുട്ടികളോട് ഞാൻ പല സ്ഥലത്തും ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താകണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പറയുന്നത്, ചിലരൊക്കെ പറയുന്നത് എനിക്ക് പോലീസ് ആവണം. അപ്പോൾ എന്തിനാണ് പോലീസ് ആവുന്നതെന്ന് അവർ എല്ലാവരും ഇടിക്കാമല്ലോ, എല്ലാവരും ഇടിക്കുന്നവരാണ് പോലീസ് എന്നാണ് കുട്ടികൾ ധരിച്ചു വെച്ചത്. അല്ല, എല്ലാവരെയും സേവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നാടിൻ്റെ സേവകരാണ് പോലീസ് എന്നുള്ള സങ്കല്പം. കെ ഡി പ്രസന്നൻ എം.എൽ.എ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം വിദ്യനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ആലത്തൂർ ഇൻസ്പെക്ടർ ടി.എൻ. ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി.എം. അലി, ആലത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പെരുവായ്ക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ. കുമാരി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സി. സുരേഷ് ബാബു, പഞ്ചായത്ത് സെക്രട്ടറി കെ. ജി. ദിമിത്രോവ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ. ഷൈനി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി വൈ. സുബൈർ അലി നന്ദിയും പറഞ്ഞു. ദേശീയപാതയിൽ നിന്നും വാനൂർ റോഡിൽ ആലത്തൂരിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നിന്നും 140 മീറ്റർ മാറി അയർക്കുളം തോടിൽ നിന്നാണ് റോഡ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും 600 മീറ്റർ ബൈപ്പാസിലൂടെ സഞ്ചരിച്ചാൽ താലൂക്ക് ആശുപത്രിയിലെത്തും. കെ ഡി പ്രസന്നൻ എം.എൽ.എയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്നും 25 കോടി രൂപയിലാണ് ബൈപ്പാസ് ഒരുക്കുന്നത്. രാജ്യത്ത് 5ാമത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ പോലീസ് സ്റ്റേഷന് ചടങ്ങിൽ വിവിധ സംഘടനകളും കൂട്ടായ്മകളും ആദരവും സമർപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.